ലോകം മുഴുവൻ ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ലോകത്തിൻ്റെ എല്ലാ കോണിലും ഫുട്ബോൾ ഒരു വലിയ ആവേശമായി സ്വീകരിക്കപ്പെടുന്നത് പോലെ തന്നെ കേരളത്തിൽ അതൊരു വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെല്ലായിടത്തും ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ ആവേശമാണ് കേരളത്തിനകത്തുള്ളത്. മത്സരിച്ചാണ് ആരാധകരായിട്ടുള്ള വിവിധ ഫുട്ബോൾ ടീമുകളുടെ ആരാധകരായിട്ടുള്ള ചെറുപ്പക്കാരെല്ലാം തന്നെ ഈ ഫുട്ബോൾ മാമാങ്കത്തെ ഏറ്റെടുക്കുന്ന പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് എന്നാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത്. ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കുമോ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ കുറേയേറെ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിന് വേണ്ടുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണമെന്നില്ല. ഇന്ത്യക്കാർക്ക് വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാലും, മലയാളിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാലും അത് സാധിക്കുമെന്ന് ഇപ്പോൾ ഖത്തറിൻ്റെ ടീമിൽ അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മലയാളിയുടെ സാന്നിധ്യമെന്ന് ഈ വേൾഡ് കപ്പിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ജീനിനകത്ത് അതുണ്ട്. നമ്മളുടെ ജനറ്റിക്കലായി അതിന് നമുക്ക് സാധിക്കാത്ത ഒരു ജനതയല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പക്ഷെ അത് വേണ്ട രീതിയിൽ പരിശീലിപ്പിക്കപ്പെട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയാണ് നമുക്കുള്ളത്. ഇപ്പോൾ വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ അടുത്തൊരു വർഷം കൊണ്ട് സാധിക്കുമോ? ഒരു വർഷം കൊണ്ട് സാധിക്കില്ല. പക്ഷേ ഈ വർഷം നമ്മൾ തുടക്കം കുറിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുന്ന പരിപാടികളിലേക്ക് തുടക്കം കുറിച്ചാൽ നമുക്കൊരു 10 വർഷക്കാലത്തിനപ്പുറത്തേക്ക് ലോകമറിയുന്ന ഏറ്റവും മികച്ച ഫുട്ബോളർമാരെ, കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ തീരുമാനിച്ചാൽ നമുക്കത് സാധിക്കാവുന്ന ഒന്നാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് കായിക വകുപ്പിൻ്റെ നമ്മൾ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് തൊട്ടടുത്ത വർഷം തന്നെ കായിക വകുപ്പ് വളരെ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്തി എന്നുള്ള ഒരു ന്യൂസിൻ്റെ തലക്കെട്ടിൽ വരാനുള്ള കാര്യങ്ങളല്ല. അതിനപ്പുറത്തേക്ക് കുറച്ച് കാലങ്ങൾക്കപ്പുറത്ത് വരുമ്പോൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രതിഭകളെ വാർത്തെടുത്ത ഒരു കാലത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇവിടെ കൂടിയിട്ടുള്ള വിദ്യാർത്ഥികളും നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ചെറുപ്പക്കാർക്ക് കളിക്കാനും അവർക്ക് ഇടപെടാനും കഴിയുന്ന ഇടങ്ങൾ ഒരുക്കുക എന്നുള്ളത്, ക്രിക്കറ്റ് ആയാലും കുഴപ്പമില്ല, ഫുട്ബോൾ ആയാലും കുഴപ്പമില്ല, ഹോക്കി ആയാലും വോളിബോൾ ആയാലും അവരെവിടെയെങ്കിലുമൊക്കെ എൻഗേജഡ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റാളുകൾ അവിടെ നിന്ന് മാറിപ്പോകണം. ഈ വഴിതെറ്റിക്കാൻ വരുന്ന ആളുകൾക്ക് ഇടം കൊടുക്കാതിരിക്കാൻ വേണ്ടി കഴിയണം. കാലുകൾക്ക് അസാമാന്യമായ വേഗതയുള്ള പ്രായമാണ്, കൈകൾക്ക് അസാമാന്യമായ ചലനശക്തിയുള്ള ഒരു പ്രായമാണ്, ചിന്തകൾക്ക് അസാമാന്യമായ താളമുള്ളൊരു പ്രായമാണ്. ആ പ്രായത്തിലെ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണിന് അഡിക്റ്റായും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് മാത്രം നോക്കിയും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങളിൽ അടിമപ്പെട്ടും പോകാൻ വേണ്ടി പാടില്ല. അവർ തെരുവുകളിലേക്ക് ഇറങ്ങാനും അവർ കളിക്കളങ്ങളിലേക്ക് ഇറങ്ങാനും സജീവമായ കായിക വിദ്യാഭ്യാസത്തിൽ വേണ്ടുന്ന പ്രവർത്തനങ്ങളുടെ ഒരു മുന്നൊരുക്കം കൂടിയാണ് ഔപചാരികമായി ഈ ട്രിയോണ്ട 2026 എന്ന ഈ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അറിയാവുന്ന